വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ വലിയ ആവേശത്തിൽ വിജയകാഹളം മുഴക്കിക്കൊണ്ടാണ് പന്ന്യൻ രവീന്ദ്രന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാറശാല മുതൽ കഴക്കൂട്ടം വരെയാണ് ഇന്നത്തെ റോഡ് ഷോ പകൽ സമയത്ത് നടക്കുന്നത്. അതിനുശേഷം വൈകിട്ട് തീരദേശ മേഖലയിലൂടെ ഇത്തരത്തിൽ വലിയ ആവേശം വിതച്ചുകൊണ്ടുള്ള വിജയകാഹളം മുഴക്കിക്കൊണ്ടുള്ള പ്രചരണം ഈ റോഡ് ഷോ മുന്നേറും. എന്തായാലും പന്ന്യൻ രവീന്ദ്രൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. രവിയേട്ട, വലിയ ആവേശത്തിലേക്ക് കടക്കുന്നു. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരു തിരഞ്ഞെടുപ്പിന്. എന്തായാലും ഒരു വലിയ ത്രികോണ മത്സരത്തിലേക്ക് തിരുവനന്തപുരം മണ്ഡലം കടക്കുകയാണ്. അതെ, ഇപ്പോഴ് എല്ലാവരും ഇപ്പോൾ പറയാൻ തുടങ്ങി ഇപ്പോൾ ത്രികോണ മത്സരമാണ്. നമ്മളെ നാട്ടിലുള്ള പത്രമാധ്യമങ്ങളും മീഡിയക്കാരൊക്കെ പറഞ്ഞത് ഇടതുപക്ഷം എന്നൊന്നില്ല എന്നാണ്. ഇപ്പോഴും എല്ലാവരും അംഗീകരിച്ചു ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരമാണെങ്കിൽ ത്രികോണ മത്സരം, പക്ഷെ നമ്മൾ ഒന്നാമനാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളെ നാട് ഒരുമിച്ചത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്ന് ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരത്തിൽ ആര് എന്ന് പറയാൻ പറ്റില്ല എന്ന് സമ്മതിച്ചു കഴിഞ്ഞു. നമുക്കറിയാം നമ്മൾ മുമ്പിലാണ്, ജനങ്ങൾ നമ്മളെ കൂടിയുണ്ട്. ജനങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ നമുക്ക് ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ എല്ലാം ഉദാഹരണം. നമ്മുടെ സഖാക്കൾ, പാർട്ടി പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരേ മനസ്സായി ഒറ്റക്കെട്ടായി ഇത്രമാത്രം ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു കാലം എൻ്റെ ഓർമ്മയില്ല. അതിവിടെ നടക്കുക. ഇപ്പോൾ ഏറ്റവും അവസാനം കേരളം പോലെ ഒരു സംസ്ഥാനം ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പ്രസംഗമാണ്, വിവാദ പ്രസംഗം, മുസ്ലിങ്ങൾക്കെതിരായി നടത്തിയ ഈ പ്രസംഗം. ഇതൊക്കെ കേരളത്തിൽ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കുക? അല്ല, പ്രധാനമന്ത്രി ഇത്ര തരം താഴ്ന്നു എന്നതിൻ്റെ ചെറിയ കാര്യമല്ലത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അത് സെക്യുലർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിന് പകരം അദ്ദേഹം ഒരു RSSകാരനെ തരം താഴ്ന്നു പോവുകയാണ് ചെയ്തത്. യഥാർത്ഥ RSSകാരനെ തരം താഴുകയാണ്. അത് അപകടകരമായ സൂചനയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ നേരത്തെ പറയുന്ന കാര്യമാണ്. ഇവർ ചെയ്യുക RSSന്റെ അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ നാക്കിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അത് ഒരു വിദ്വേഷ പ്രസംഗത്തിന്റെ ഭാഗമാണ്. ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രമാണ് ഈ വിധിയെഴുതാൻ, കേരളം വിധിയെഴുതാനുള്ളത്. അതിൽ ഏത് രീതിയിലാണ് ഏറ്റവും അവസാനം ജനങ്ങളോട്, അവസാനത്തെ റോഡ് ഷോയാണ് ഇന്നുകൊണ്ട് പൂർത്തിയാവുക. നാളെ മുതൽ ഇനി പര്യടനങ്ങളെല്ലാം അവസാനിച്ചു. വോട്ടർമാരെ നേരിട്ട് കാണുക, ഫോൺ ചെയ്ത് വോട്ടഭ്യർത്ഥിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് അവസാനം ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരുമ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും ദളിതനും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമായ മുന്നേറ്റം അതിലൂടെ കടന്നു വന്നതാണ്. ഞങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ ഈ നില നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും ഈ നില നമ്മുടെ രാജ്യത്ത് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ 20 അംഗങ്ങളെയും ഇവിടുന്ന് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു ഇന്ത്യ സഖ്യത്തിൽ 20 മെമ്പർമാർ കേരളത്തിൽ പോകണം. ആ 20 ഇടതുപക്ഷത്തിനാകുമ്പം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഒരുപാട് കാര്യങ്ങളിൽ അവൻ്റെ കാര്യം അഡ്രസ്സ് ചെയ്യാൻ പാർലമെൻറ്റ് അംഗങ്ങളുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ്. രാജ്യത്തെ ഭരണാധികാരി വർഗത്തിനെതിരായി കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് ചാഞ്ചാട്ടക്കാരാണ്. കോൺഗ്രസ് എവിടെയും പോകുമെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളതാണ്. അവർ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി, താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അവർക്ക് തത്വമില്ല, നയമില്ല, ദേശീയ വീക്ഷണമില്ല. എല്ലാം അവർ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയണം. എന്തായാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പന്ന്യൻ രവീന്ദ്രനുള്ളത്. ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് നടക്കുന്നു. മതേതര മനസ്സ് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ, രാജ്യത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ആ മുദ്രാവാക്യം മുഴക്കിയാണ് പന്ന്യൻ രവീന്ദ്രന്റെ അവസാന റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വിധിയെഴുത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അവസാന റോഡ് ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വിജിൻ വ്യക്തമാണ്. വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.